നമസ്കാരം. ലോകകപ്പ് 2020യുടെ അന്തിമ പോരാട്ടം നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഈ അന്തിമ പോരാട്ടത്തിൽ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയും ന്യൂസിലൻഡുമാണ് ഏറ്റുമുട്ടുന്നത്. മുമ്പൊരിക്കൽ ഇന്ത്യയും ന്യൂസിലൻഡും ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മത്സരത്തിലായിരുന്നു. അന്ന് ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ICC ട്രോഫി, അതായത് ലോകകപ്പ് T20 ട്രോഫി ലക്ഷ്യമിട്ടാണ് ന്യൂസിലാൻഡ് ഇറങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ട്രോഫിക്ക് വേണ്ടിയാണ് നാളെ ഇറങ്ങുന്നത്. 2007 പ്രഥമ ലോകകപ്പ് നേടിക്കൊണ്ടാണ് ഇന്ത്യയുടെ തുടക്കം. അതിനുശേഷം 2024 ഇന്ത്യ അടുത്ത ലോകകപ്പ് നേടി. തൊട്ടടുത്ത 2026 നടക്കുന്ന ഈ ടൂർണമെൻറ്റിൽ ആ കപ്പ് നമ്മുടെ കൈവശം തന്നെ സൂക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ ഓരോ താരങ്ങൾക്കുമുള്ളത്. ഓരോ ഇന്ത്യക്കാരനും അത് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ ഈ മത്സരം നാളെ ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ എന്താവും ഇരു കൂട്ടരുടെയും ശക്തി ദൗർബല്യങ്ങൾ എന്നുള്ളത് പരിശോധിക്കാം. എന്താവും ഇവർ ലക്ഷ്യമിടുക? പ്രധാനമായിട്ടും ടീമുകൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗുജറാത്തിലെ സ്റ്റേഡിയം എന്ന് പറയുന്നത് 1,00,000 പേര് അടങ്ങുന്ന കാണികൾക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയമാണ്. ഇവിടെ ഇന്ത്യക്ക് ആദ്യം ഒരു തിരിച്ചടി നേരിട്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയുടെ ഈ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ഈ ലോകകപ്പിൻ്റെ സൂപ്പർ 8 പരാജയപ്പെട്ടത്. ടോസ് കിട്ടിയിട്ടും ആദ്യം സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിന് വിട്ടു. അതിനുശേഷം ചേസ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. അവിടെ തൊട്ടാണ് ഇന്ത്യൻ ടീമിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നത്. ഈ കളിക്ക് ശേഷമാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഓപ്പണറായി തിരിച്ചെത്തുന്നത്. സഞ്ജു എത്തിയതിന് ശേഷമുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായി. ആ ആത്മവിശ്വാസം കൈമുതലാക്കിയാണ് ഫൈനൽ വരെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ത്യൻ ടീം അൺചേഞ്ച്ഡ് ആയിരിക്കും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഒരു വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാൻ ടീം മാനേജ്മെൻറ്റ് ഒരിക്കലും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും വരുൺ ചക്രവർത്തി എന്ന നമ്മുടെ മിസ്റ്ററി സ്പിന്നർ, ഇന്ത്യയുടെ സ്റ്റാർ സ്പിന്നറായിരുന്നു വരുൺ ചക്രവർത്തി. ഈ ടൂർണമെൻറ്റിലുടനീളം വിക്കറ്റുകൾ കൊയ്യാൻ സാധിച്ചെങ്കിലും വരുൺ ചക്രവർത്തി റൺസ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ധാരാളിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ സെമി ഫൈനലിൽ ജേക്കബ് ബഥേൽ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ചതും വിൽ ജാക്സ് ഏറ്റവും കൂടുതൽ ശിക്ഷിച്ചതും വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തിയുടെ മിസ്റ്ററി സ്പിന്നിന് ഈ കൂറ്റൻ അടികാരന് മുമ്പിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഫിൻ അലനും ടിം സീഫർട്ടും ഗ്ലെൻ ഫിലിപ്സും പോലെയുള്ള വലിയ ബാറ്റിംഗ് നിര ന്യൂസിലൻഡിനുണ്ട്. ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം മിന്നുന്ന തുടക്കമാണ് കഴിഞ്ഞ ലോകകപ്പ് സെമിയിൽ. ഈ സെമിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നേടിയത്. ഫിൻ അലനും ടീം സീഫർട്ടും ചേർന്ന് അടിച്ച് തകർത്ത് സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും മൂർച്ചയേറിയ ബൗളിംഗ് നിര, ഈ ടൂർണമെൻറ്റ് കണ്ട ഏറ്റവും മികച്ച ബൗളിംഗ് നിരയെ അടിച്ച് തകർത്താണ് അലനും സീഫർട്ടും ചേർന്ന് അവരെ വിജയത്തിലേക്കും ഫൈനലിലേക്കും നയിച്ചിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ജോഡിയെ ഏറ്റവും അധികം സൂക്ഷിക്കണം. മികച്ച തുടക്കം ഇവർക്ക് കിട്ടിയാൽ പിന്നാലെ വരുന്നവർ നമുക്കങ്ങനെ തീർത്തും എഴുതിത്തള്ളാൻ കഴിയില്ല. ന്യൂസിലൻഡിൻ്റെ വാലറ്റം വരെ നല്ല മികച്ച ബാറ്റ്സ്മാൻമാരാണ്. ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ സാന്റ്നർ ആണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത്. വൻ തകർച്ച മിഡിൽ ഓർഡറിൽ നേരിട്ടപ്പോൾ സാന്റ്നറാണ് അവരെ പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിച്ചത്. തുടർന്ന് ബാക്കി കാര്യം ബൗളർമാർ തീർക്കുകയും ശ്രീലങ്കയെ നിലംപരിശാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ സാന്റ്നറെ മാത്രമല്ല, ഒരു 8ാമത്തെ ബാറ്റ്സ്മാനെ വരെ നമ്മൾ ഭയക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഓപ്പണിങ്ങിൽ നാളെ അഭിഷേക് ശർമ്മയ്ക്ക് തിളങ്ങാൻ കഴിഞ്ഞാൽ, സഞ്ജു സാംസൻ്റെ പിന്നുന്ന ഫോമും കൂടിയാകുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്താൽ ഇന്ത്യക്ക് ഒരു 230 റൺസിന് മേൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ത്യയുടെ ബൗളിങ്ങിൽ ബുംറയും അർഷദീപ് സിംഗും ഹാർദിക് പാണ്ഡ്യയും മികച്ച ഫോമിലാണ്. എന്നാൽ കഴിഞ്ഞ തവണ നമ്മൾ നോക്കിയാൽ അറിയാം, അവസാന ഓവർ, ഫൈനൽ ഓവർ 29 റൺസായിരുന്നു ഇംഗ്ലണ്ടിന് കൊടുത്ത വിജയലക്ഷ്യം. സെമി ഫൈനലിൽ അവസാനത്തെ ഓവർ അവശേഷിച്ചിരുന്നത് അക്സർ പട്ടേലിനായിരുന്നു. എന്നാൽ സൂര്യകുമാർ യാദവിന് അക്സർ പട്ടേലിനെ കൊണ്ട് എറിയിക്കാനുള്ള ഒരു ധൈര്യമില്ലാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് ശിവം ദുബെ ആ ഓവർ ചെയ്യേണ്ടി വന്നത്. ആ ഓവറിൻ്റെ ആദ്യത്തെ 3 പന്തിൽ തന്നെ വിധി നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 പന്തിലും സിക്സർ വാങ്ങിയെങ്കിൽ പോലും ശിവം ദുബെയെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു ബൗളിങ്ങിൽ അവസാന ഓവർ, ഡെത്ത് ഓവർ ബൗളേഴ്സായിട്ട് വരുമ്പോൾ ഒരു ശക്തമായ ഒരു ബൗളറിൻ്റെ ആവശ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ വരുൺ ചക്രവർത്തിയെ മാറ്റി സിറാജിനെ പരീക്ഷിക്കുമോ എന്നൊരു സംശയം പൊതുവെ തോന്നുന്നുണ്ട്. എന്തായാലും വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റാൻ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. പിന്നീട് വരുമ്പോൾ ന്യൂസിലൻഡിൻ്റെ നിരയിലേക്ക് വരികയാണെങ്കിൽ അവർ മാറ്റ് ഹെൻറി എന്ന് പറയുന്ന അവരുടെ ഓപ്പണിംഗ് ബൗളർ, അദ്ദേഹം മികച്ച ഫോമിലാണ് പന്തെറിയുന്നത്. രജിൻ രവീന്ദ്രയാണ് അപ്രതീക്ഷിതമായി ബാറ്റ്സ്മാനായി വന്ന രജിൻ രവീന്ദ്ര ഈ ടൂർണമെൻറ്റിൽ പക്ഷേ ബൗളറായിട്ടാണ് വിക്കറ്റുകൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം അവരുടെ ഫിൻ അലനും ടിം സീഫർട്ടും ഗ്ലെൻ ഫിലിപ്സും സാന്റ്നറും
ഡാരിൽ മിച്ചലും ഒക്കെ അടങ്ങുന്ന ബാറ്റിംഗ് നിര അവർ വളരെയേറെ ഫോമിലാണ്. ആ ഒരു ഫോം ചാപ്മാനുണ്ട്. അങ്ങനെ ആ ഒരു ഫോം നിലനിർത്തി ഒരു മികച്ച സ്കോർ അവർ പടുത്തുയർത്തിയാൽ ചേസ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് അത് വളരെയധികം തലവേദന സൃഷ്ടിക്കും. എന്നാലും ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ എത്തുന്ന 1 ലക്ഷം കാണികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ത്യ വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ടോസ് വളരെയധികം നിർണായകമാകും. ടോസ് ലഭിച്ചാൽ സൂര്യകുമാർ യാദവ് വീണ്ടും ഒരു റിസ്കിന് തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമോ അതോ ബൗളിങ്ങിനേക്കാവുമോ പോവുക എന്നുള്ളതാണ് ഇനിയും കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇന്ത്യൻ ടീം ഒരു തവണ കൂടി തുടർച്ചയായി 2ാമത്തെ തവണ 2020 ലോകകപ്പിൽ മുത്തമിടും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.